അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് മഹല്ലിയിൽ പഠിക്കാനുള്ളത് പുതിയ ഒരു ഫസ്ലാണ് അൽ ഇഖ്റാദു. അഖറള എന്നാൽ കടം നൽകി എന്നാണ് അർത്ഥം. ഇഖ്റാദുൻ കടം നൽകൽ. മുഖ്രിളുൻ എന്നാൽ കടം നൽകുന്നവൻ. ഇഖ്തറള എന്ന് പറഞ്ഞാൽ കടം സ്വീകരിച്ചു എന്നാണ് അർത്ഥം. മുഖ്തരിളുൻ എന്നാൽ കടം വാങ്ങിയവൻ എന്ന് വരും. ഓക്കെ, ഇനി കടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ഒരാൾ തൻ്റെ ഒരു സാധനം മറ്റൊരാൾക്ക് നൽകുക, അതുപോലത്തെ മറ്റൊരു വസ്തു തിരിച്ചു നൽകണം എന്നുള്ള വ്യവസ്ഥയിൽ. അതായത് സെയ്ദ് അംറിന് 100 രൂപ നൽകുന്നു, ആ 100 രൂപ തന്നെ വേണമെന്നില്ല, മറ്റൊരു 100 രൂപയായാലും അംറ് സെയ്ദിന് അത് തിരിച്ചു നൽകണം എന്നുള്ള വ്യവസ്ഥയിൽ. ഓക്കെ, ഏതായാലും അതിൻ്റെ താരീഫിലേക്ക് കടക്കാം. വഹുവ തംലീകു ഷൈഇ, ഒരു വസ്തുവിനെ മറ്റൊരാൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കലാണ്. അലാ അൻ യുറദ്ദ ബദലുഹു, അതിന് പകരമായിട്ടുള്ള ഒരു വസ്തു തിരിച്ചു നൽകപ്പെടണം എന്നുള്ള വ്യവസ്ഥയിൽ. ഓക്കെ, ഇനി ഇഖ്റാദിൻ്റെ അസ്ലിയായിട്ടുള്ള ഹുക്ം എന്താണ്? മൻദൂബുൻ ഐ മുസ്തഹബുൻ, അത് സുന്നത്താണ്. കാരണം ലി അന്ന ഫീഹി ഇആനതൻ അലാ കശ്ഫി കുർബത്തിൻ, മറ്റൊരാളുടെ ഒരു ബുദ്ധിമുട്ട് അകറ്റാനുള്ള ഒരു സഹായം ഈ കടത്തിലുണ്ട്. ഓക്കെ, ഒരാൾ സമ്പത്തില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അയാൾക്കുള്ള ഒരു സഹായമായിട്ടാണ് കടം മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് സുന്നത്താണ് എന്നർത്ഥം. ഇനി ഒരു ഇഖ്റാദ് നടക്കണമെങ്കിൽ അതിന് എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ റുക്നുകൾ എന്തെല്ലാമാണ്? വയതഹഖഖു ബിആഖിദിൻ വമഅഖൂദിൻ അലൈഹി വസീഖത്തിൻ കഗൈരിഹി, ഇഖ്റാദ് അല്ലാത്ത മറ്റുള്ള ഇടപാടുകളെ പോലെ തന്നെ ആഖിദ്, അതായത് ഇടപാടുകാർ, അതായത് മുഖ്രിളും മുഖ്തരിളും രണ്ടു പേർക്കും കൂടെയാണ് ഇവിടെ ആഖിദ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. വമഅഖൂദിൻ അലൈഹി, കടം നൽകപ്പെടുന്ന ആ വസ്തു, വസീഖത്തിൻ, ഈജാബ് ഖബൂൽ എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന സീഖ, ഇവയെല്ലാം ഇഖ്റാദിൻ്റെ എന്താണ്? റുക്നുകളാണ്. ഇവയൊക്കെ ഉണ്ടായാലേ ഇഖ്റാദ് ശരിയാവുകയുള്ളൂ എന്നർത്ഥം. ഇനി ഒരു ലഫ്ലിയായിട്ടുള്ള ചർച്ചയാണ്. വതറജ്ജമഹു, ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാ ഈ ഇഖ്റാദിനെ ഹെഡിങ് ആക്കി പറഞ്ഞു. ക അസ്ലിഹി, മിൻഹാജിൻ്റെ അസ്ലായിട്ടുള്ള മുഹററിലെ പോലെ തന്നെ. ബിൽ ഫസ്ലി, ഫസ്ലി വെച്ചിട്ടാണ് ഫസ്ലുൻ അൽ ഇഖ്റാദു എന്നാണ് പറഞ്ഞത്. ദൂനൽ ബാബി, ബാബുൻ അൽ ഇഖ്റാദു എന്നല്ല. അതിനുള്ള കാരണം എന്താ? ഇങ്ങനെ ഫസ്ലുൻ എന്നിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് പറഞ്ഞതിനോടൊരു ബന്ധമുള്ള കാര്യമാണ് എന്നാണല്ലോ ആശയം വരുന്നത്. ഇതിന് മുമ്പുള്ള കിതാബ് ഏതായിരുന്നു? കിതാബു സലമായിരുന്നു അല്ലേ? അപ്പോൾ കിതാബു സലമിലുള്ള ഒരു പാർട്ടായിട്ടാണ് മുസന്നിഫ് റഹിമഹുല്ല ഈ ഇഖ്റാദിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫസ്ലുൻ എന്നിട്ടത്. അതിൻ്റെ കാരണമാണ് പറയുന്നത്. ലി ഷബഹിൽ മുഖറളി ബിൽ മുസ്ലിമി ഫീഹി, ഇവിടെയുള്ള മഅഖൂദുൻ അലൈഹി ആയിട്ടുള്ള ആ മുഖറള്, കടം നൽകപ്പെടുന്ന വസ്തു സാദൃശ്യമായത് കാരണത്താൽ, ബിൽ മുസ്ലിമി ഫീഹി, സലമ് കച്ചവടത്തിലെ ചരക്കിനോട്, ഫി സുബൂത്തി ഫി ദിമ്മത്തി, അത് ദിമ്മത്തിൽ സ്ഥിരപ്പെടുന്നുവെന്നുള്ള വിഷയത്തിൽ. ഓക്കെ, അപ്പോൾ സലമ് കച്ചവടത്തിൽ മുസ്ലിമി ഫീഹി, മുസ്ലിമി ഇലൈഹിയുടെ ദിമ്മത്തിൽ സ്ഥിരപ്പെടുന്നത് പോലെ ഇവിടെ മുഖറളായിട്ടുള്ള വസ്തു മുഖ്തരിളിൻ്റെ ദിമ്മത്തിൽ സ്ഥിരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സാദൃശ്യമുണ്ടായത് കാരണത്താലാണ് കിതാബ് സലമിൽ ഒരു ഫസ്ലിട്ടിട്ട് ഇഖ്റാദ് മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് വസീഖത്തുഹു, ഇഖ്റാദിൻ്റെ സീഖകൾ, എന്നാൽ ഈജാബിൻ്റെ സീഖകളാണ് പറയുന്നത്. അഖ്റൽതുക ഔ അസ്ലഫ്തുക ഹാദാ, ഓക്കെ, ഈ ഒരു കാര്യം നിനക്ക് ഞാൻ കടം തന്നു എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന സീഖകളാണത്. ഔ ഖുദ്ഹു ബിമിസ്ലിഹി, അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റൊരു കാര്യത്തിന് പകരമായിട്ട് ഇത് നീ എടുത്തോ. ഓ മല്ലക്തുകഹു അലാ അൻ തറുദ്ദ ബദലഹു, ഇതിന് പകരമായിട്ട് ഒരു കാര്യം നീ തിരിച്ചു നൽകണമെന്നുള്ള വ്യവസ്ഥയിൽ ഈ വസ്തുവിനെ നിനക്ക് ഞാൻ ഉടമപ്പെടുത്തി തന്നു. ഔ ഖുദ്ഹു വസ്രിഫ്ഹു ഫി ഹവായിജിക വറുദ്ദ ബദലഹു, ഈ കാര്യം നീ എടുത്തോ എന്നിട്ട് നിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ, ഇതുപോലത്തെ ഇതിന് പകരമായിട്ട് മറ്റൊരു സാധനം നീ എനിക്ക് തിരിച്ചു നൽകൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ സിയകളായിട്ട് ഇവിടെ പറയുന്നത്. കദാഫിർ റൗളത്തി കാസുലിഹ, ഇങ്ങനെയാണ്, അതായത് അവസാനം പറഞ്ഞ ഖുദ്ഹു വസ്രിഫു ഫി ഹവായിജിക എന്നുള്ളതാണ് റൗളയിലും ഷറഹുൽ കബീറിലും ബഹുമാനപ്പെട്ട നവവി ഇമാമും റാഫിഈ ഇമാമും പറയുന്നത്. എന്നാൽ ഇവിടെ മിൻഹാജിൽ നമുക്കതിനെ കാണാൻ സാധ്യമല്ല അല്ലേ? മിൻഹാജിൽ മത്തിന് നോക്കൂ, അലാ അൻ തറുദ്ദ ബദലഹു എന്നുള്ള ആ സിയഗയെ ഉള്ളൂ, ഖുദ്ഹു വസ്രിഫു ഫി ഹവായിജിക എന്നില്ല. അതാണ് വകഅന്ന ഇസ്ഖാതഹു ഹുന, മുസന്നിഫ് തങ്ങൾ ഇവിടെ ആ ഒരു കാര്യത്തെ ഒഴിവാക്കിയത് ആയതുപോലെയുണ്ട്. ലിൽ ഇസ്തിഗ്നാഇ അൻ വസ്രിഫ്ഹു ഫി ഹവായിജിക, വസ്രിഫ്ഹു ഫി ഹവായിജിക എന്നുള്ള കാര്യം പറയേണ്ടതില്ല എന്നുള്ളത് കാരണത്താൽ. കാരണം ഒരാൾ
മറ്റൊരാൾക്കൊരു സാധനം ഉടമപ്പെടുത്തി കൊടുക്കുന്നത് അയാൾക്കത് ഉപയോഗിക്കാൻ തന്നെയാണല്ലോ, പിന്നീടത് പറയേണ്ട ആവശ്യമില്ല എന്നതിനാലാണ് റൗളയിലും അസ്ലുർ റൗളയിലും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം മിൻഹാജിൽ മുസന്നിഫ് തങ്ങൾ പറയാതിരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വതഖദ്ദമ ഫിൽ ബൈഇ അന്ന ഖുദ്ഹു ബികദാ കിനായത്തുൻ ഫീഹി. ഓക്കെ, ബൈഇൻ്റെ ബാബിൽ നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. ഖുദ്ഹു ബികദാ എന്ന് പറയുകയാണെങ്കിൽ അത് ബൈഇലുള്ള കിനായത്താണ് എന്ന്. അതായത് ഒരാൾ ഖുദ്ഹു ബി അൽഫിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുദ്ഹു ബി മിസ്ലിഹി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് ബൈഅ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ബൈഅൻ്റെ സിഗയാണ് എന്ന് ബാബുൽ ബൈഅൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫയഅതി മിസ്ലുഹു ഹുന. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇഖ്റാളിൻ്റെ വിഷയത്തിനും വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫയഹ്താജു ഇല നിയ്യത്തി. അപ്പോൾ ഖുദ്ഹു ബികദ എന്നുള്ള കാര്യം അത് ഇഖ്റാളാവണമെങ്കിലും നിയ്യത്തിൻ്റെ ആവശ്യമാണ്. ഖുദ്ഹു ബികദ എന്നൊരാൾ പറയുന്നത് ബൈഅൻ്റെ നിയ്യത്തോടെയാണെങ്കിൽ അത് ബൈഉം, ഇഖ്റാളിൻ്റെ നിയ്യത്തോടെയാണെങ്കിൽ അത് ഇഖ്റാളും ആകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈജാബിൻ്റെ സിയഗകളാണ് പറഞ്ഞത്. ഇനി ഖബൂല് ഇതിന് വേണോ വേണ്ടയോ, അതായത് അഖ്റൽതുക എന്ന് പറഞ്ഞാൽ ഖബിൽതു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ. വഇഷ്തറതു ഖബൂലുഹു അയിൽ ഇഖ്റാളി ഫിൽ അസഹി കൽ ബൈഇ. ബൈഅനെ പോലെ തന്നെ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇഖ്റാൾ ഖബൂൽ ചെയ്യൽ നിബന്ധനയാണ്. എന്നാൽ അസഹിൻ്റെ സാനി പറയുന്നത് വസാനി ഖാല ഹുവ ഇബാഹത്തു ഇത്ലാഫിൻ അലാ ഷർത്തിൽ ലമാനി ഫലാ യസ്തദിഉൽ ഖബൂല. ഇതിന് ഖബൂലിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഹുവ ഇഖ്റാൾ എന്നാൽ ഇബാഹത്തു ഇത്ലാഫിൻ, ഒരു സാധനം നശിപ്പിക്കലിനെ ഹലാലാക്കി കൊടുക്കലാണ്. അതായത് സെയ്ദ് തൻ്റെ 100 രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ അംറിന് അവകാശം നൽകലാണ്. അലാ ഷർത്തിൽ ലൊമാനി, ലൊമാന് നിബന്ധന വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലാത്ത മറ്റൊരു 100 രൂപ തിരിച്ചു നൽകണം എന്നുള്ള വ്യവസ്ഥയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനുള്ള ഒരു ഇബാഹത്താണ് ഈ ഇഖ്റാളിലൂടെ ഉണ്ടാകുന്നതെന്നതിനാൽ ഫലാ യസ്തദിഉൽ ഖബൂല, അതിനൊരിക്കലും ഖബൂലിൻ്റെ ആവശ്യമില്ല, അത് ഖബൂലിനെ തേടുന്നില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വഇഷ്തറതു ഫിൽ മുഖ്രിളി ബി കസ്രി റാഇ. കടം നൽകുന്ന ആളുടെ വിഷയത്തിൽ ഷർത്താണ് സിയാദത്തൻ അലാമ തഖദ്ദമ ഫിൽ ബൈഇ. ബൈഇൽ നമ്മൾ ഒരു ആഖിദിന് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഷർത്തിനും പുറമെ മുഖ്രിളിൽ ഷർത്താണ്. എന്താണ് ബൈഇൽ പറഞ്ഞിട്ടുള്ളത്? അന്ന ഷർത്തൽ ആഖിദി അർ റുഷ്ദു. ഓക്കെ, ഒരു ആഖിദാകുമ്പോൾ, ഒരു ഇടപാടുകാരനാകുമ്പോൾ അവൻ്റെ നിബന്ധനയാണ് അവൻ റഷീദായിരിക്കണം, ആഖിലും ബാലിഗുമായിരിക്കണം എന്നുള്ളത്. ആ ആഖിദ് എന്ത് ചെയ്യുന്നുണ്ട്? അശ്ശാമിലിൽ മുഖ്രിളി വൽ മുഖ്തരിളി. ആ ആഖിദ് എന്നുള്ള പദം മുഖ്രിളിനെയും മുഖ്തരിളിനെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരു തരത്തിലുള്ള ഇടപാടുകാരാണ്. അപ്പോൾ ഒരു മുഖ്രിളാകുമ്പോൾ അവൻ റുഷ്ദായിരിക്കണം, അവൻ റഷീദായിരിക്കണം എന്നുള്ള ഷർത്തിൻ്റെ പുറമെ അവനിൽ ഷർത്താണെന്ത്? അഹ്ലിയത്തു തബറുഇ. ആ ഒരു വസ്തു, ഇവൻ കടം നൽകുന്ന വസ്തു വെറുതെ നൽകാൻ അർഹതയുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ലിഅന്ന ഫിൽ ഇഖ്റാളി തബറുഅൻ, കാരണം ഇഖ്റാളിൽ ഒരു നിലക്കുള്ള വെറുതെ നൽകലുണ്ട്. അതായത് ഒരാൾ തൻ്റെ സ്വത്ത് എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് വെറുതെ നൽകുന്നു, പിന്നീട് അവൻ അതുപോലത്തെ മറ്റൊന്ന് നൽകുന്നുവെന്ന് മാത്രം. ഓക്കെ, ഏതായാലും ഇങ്ങനെ ഒരാൾ കടം നൽകുകയാണെങ്കിൽ അത് സ്വന്തമായിട്ട് വെറുതെ നൽകാനുള്ള അവകാശമുള്ള ഒരാൾ മാത്രമേ അത് കടം നൽകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫലാ യസിഹു ഇഖ്റാദുൽ വലിയ്യി മാലൽ മഹ്ജൂരി. സമ്പത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരാളുടെ സമ്പത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ വലിയ മറ്റൊരാൾക്ക് കടം നൽകാൻ പാടില്ല. മിൻ ഗൈരി ളറൂറത്തിൻ, അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ. മഹ്ജൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിൽ ഒരാൾ ആഖിലും ബാലിഗുമാകാതെ അവൻ്റെ സ്വത്തിൽ അവൻ ക്രയവിക്രയം നടത്താൻ പാടില്ല. ഓക്കെ, ഒരാൾക്കൊരു സ്വത്തുണ്ട്, പക്ഷേ അവൻ മജ്നൂനാണ്, അല്ലെങ്കിൽ അവൻ ബാലിഗ് ആയിട്ടില്ല എങ്കിൽ അവൻ്റെ സ്വത്ത് നോക്കി നടത്തേണ്ടത് അവൻ്റെ വലിയാണ്. പക്ഷേ ആ വലിയന് ആ ഒരു സാധനം വെറുതെ നൽകാനുള്ള അവകാശമില്ലാത്തത് കൊണ്ട് തന്നെ ആ സ്വത്ത് എന്ത് ചെയ്യാനും പാടില്ല? ഈ വലിയ മറ്റൊരാൾക്ക് കടം നൽകാനും പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്തെല്ലാം സാധനങ്ങളെ നമുക്ക് ഖർളായിട്ട് കടമായിട്ട് നൽകാൻ പറ്റുമെന്നുള്ളതാണ്. വയജൂസ് ഇഖ്റാദു മാ യുസ്ലമു ഫീഹി. സലമ് കച്ചവടം നടത്തപ്പെടാൻ പറ്റുന്ന എല്ലാ കാര്യത്തെയും ഖർള് നടത്തൽ, കടം കൊടുക്കൽ ജായിസാണ്. മിൻ ഹയവാനിൻ വഗൈരിഹി, അത് മൃഗമാവട്ടെ അല്ലാതിരിക്കട്ടെ. പക്ഷേ ഇല്ലൽ ജാരിയത്തല്ലത്തി തഹല്ലു ലിൽ മുഖ്തരിളി, കടം സ്വീകരിക്കുന്നവന് വത്ഇ ചെയ്യൽ ഹലാലായിട്ടുള്ള അടിമ സ്ത്രീയെ അല്ലാതെ. അങ്ങനത്തെ അടിമ സ്ത്രീയെ എന്ത് നടത്താൻ പാടില്ല? നമ്മൾ ഖർള് നൽകാൻ പാടില്ല. ഫലാ യജൂസു ഇഖ്റാളുഹാ ലഹു ഫിൽ അൽഹരി. അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം അങ്ങനത്തെ ഒരു അടിമ സ്ത്രീയെ ആ മുഖ്തരിളിന് കടം നൽകാൻ പാടില്ല.
അങ്ങനെ കടം നൽകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ബിനാഅൻ അലൽ അൽഹറിൽ ആത്തി, ഇനി വരാനിരിക്കുന്ന അൽഹറായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ മേൽ പിടിച്ചുകൊണ്ടാണ്. അതെന്താണ്? അന്നൽ മുഖറള യുംലകു ബിൽ ഖബ്ളി, ഈ കടം നൽകപ്പെടുന്ന വസ്തു ഈ മുഖ്തരിൽ അത് ഖബ്ള് ചെയ്യലോടുകൂടെ മിൽക്കാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സെയ്ദ് അംറിന് എന്ത് നൽകുകയാണ്? തൻ്റെ അടിമസ്ത്രീയെ കടം നൽകുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ അംർ അതിനെ സ്വീകരിക്കലോടുകൂടെ തന്നെ അത് അവൻ്റെ മിൽക്കിലായി എന്നുള്ളതാണ് ഇനി ആ മിൽക്കിൻ്റെ വിഷയത്തിൽ വരുന്ന അൽഹറായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അവൻ്റെ മിൽക്കിലായി എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താകാം? അവന് അവളെ ഉപയോഗിക്കുകയും ചെയ്യാം, വത്ഉ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വന്നാലോ ലി അന്നഹു റുബ്ബമായ തൗഹ, കാരണം ആ മുഖ്തരിൽ ചിലപ്പോൾ ആ ജാരിയത്തിനെ വത്ഉ ചെയ്തേക്കാം. സുമ്മ യസ്തരിദ്ദുഹൽ മുഖരിളു, അതിന് ശേഷം മുഖരിൽ അവളെ തിരിച്ചു വാങ്ങിയേക്കാം. അപ്പോൾ അതെങ്ങനെയാകും? ഫയകൂനി ഫി മഅന ഇആറത്തിൽ ജവാരിലിൽ വത്ഇ, അപ്പോൾ വത്ഇന് വേണ്ടിയിട്ട് അടിമ സ്ത്രീകളെ വായ്പക്ക് നൽകുന്നത് പോലെയാകും ഈ ഒരു ഇഖ്റാള് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംഗതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ മുഖ്തരിളിന് വത്ഇ ചെയ്യൽ ജായിസായിട്ടുള്ള ജാരിയത്തിനെ എന്ത് ചെയ്യാൻ പാടില്ല? കടമായിട്ട് നൽകാൻ പാടില്ല എന്നർത്ഥം. ഇനി മുഖ്തരിളിന് വത്ഉ ചെയ്യൽ ജായിസ് അല്ലാത്ത അടിമ സ്ത്രീകളുണ്ടാകും. ഉദാഹരണത്തിന് അടിമ സ്ത്രീ മജൂസിയായിട്ടുള്ള സ്ത്രീയാണ് എങ്കിൽ ഇവന് വത്ഉ ചെയ്യാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അവന് ആ ജാരിയത്തിനെ എന്ത് ചെയ്യുന്നത് കൊണ്ട്, കടം നൽകിയത് കൊണ്ട് കുഴപ്പമില്ല, കാരണം അവൻ അവളെ വത്ഉ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ. എന്നാൽ വസാനി യജൂസു, ഇനി സാനിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്തരിളിന് വത്ഉ ചെയ്യൽ ഹലാലായിട്ടുള്ള ജാരിയത്താണ് എങ്കിലും എന്ത് നടത്താവുന്നതാണ്? അവനതിന് കടം നൽകാവുന്നതാണ്. അത് ബിനാഅൻ അലാ അന്നൽ മുഖറള ലാ യുംലകു ബിൽ ഖബ്ളി, ഖബ്ള് കൊണ്ട് എന്ത് ചെയ്യൂല? ആ മുഖറളായിട്ടുള്ള വസ്തു മിൽക്കാക്കപ്പെടൂല എന്നുള്ള അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. ഫയംതനിഉൽ വത്ഉ, അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരവും വത്ഉ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ വത്ഉ എന്തായാലും പാടില്ല, പിന്നീട് ഖബ്ളോട് കൂടെ മിൽക്ക് ആവുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്തായാലും എന്ത് ചെയ്യുകയുമില്ല? വത്ഉ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ അവളെ അവന് ഖർളായിട്ട് നൽകാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത് വമാല യുസ്ലമു ഫീഹി ലാ യജൂസു ഇഖ്റാളുഹു ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം സലമ കച്ചവടം ചെയ്യപ്പെടാൻ പറ്റാത്ത വസ്തുക്കളിൽ കടം നൽകാനും പാടില്ല. ബിനാഅൻ അലൽ അസഹിൽ ആത്തി, ഈ ഒരു അഭിപ്രായവും വരുന്നത് ഇനി വരാൻ പോകുന്ന അസഹായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകാരമാണ്. അതെന്താണ്? അന്നൽ വാജിബ ഫിൽ മുതഖവ്വിമി റദ്ദു മിസ്ലിഹി സൂറത്തൻ. ഓക്കെ. മുതഖവ്വിമായിട്ടുള്ള ഒരു വസ്തുവിൽ നിർബന്ധമായിട്ടുള്ളത് റദ്ദു മിസ്ലിഹി സൂറത്തൻ, അതുപോലത്തെ സൂറത്തിൽ സമമായിട്ടുള്ള ഒരു വസ്തുവിനെ തിരിച്ചു നൽകലാണ്. ഓക്കെ. മുതഖവ്വിമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിസ്ലി. മിസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേന, ആ പേന ഒരു മിസ്ലി ആയിട്ടുള്ള വസ്തുവാണ്. കാരണം ആ പേന പോലത്തെ മറ്റൊരു പേനയും നമുക്ക് മാർക്കറ്റുകളിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ഹയവാനായിട്ടുള്ള വസ്തുക്കളുണ്ടാകും. ഉദാഹരണത്തിന് ഒരു പശു. ഓക്കെ. അപ്പോൾ ഈ പശുവിനെ പോലത്തെ മറ്റൊരു പശു, ഒരു പശുവിനെ പോലത്തെ മറ്റൊരു പശുവിനെ കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മുതഖവ്വിമ് എന്ന് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള മുതഖവ്വിമായിട്ടുള്ള ഒരു വസ്തുവിനെയാണ് എന്ത് ചെയ്യുന്നത് എങ്കിൽ ഖർള് നടത്തുന്നത് എങ്കിൽ അതുപോലത്തെ കാണുമ്പോൾ അതുപോലെയുള്ള മറ്റൊരു പശുവിനെ തിരിച്ചു നൽകിയാൽ മതി എന്നതാണ് ഇനി വരാൻ പോകുന്ന അസഹായിട്ടുള്ള അഭിപ്രായം. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സലം കച്ചവടം ചെയ്യപ്പെടാത്ത വസ്തുക്കളിൽ ഖർള് നടത്താൻ പാടില്ല. സലം കച്ചവടം ചെയ്യപ്പെടാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, സാധാരണഗതിയിൽ നാദിറായിത്തീരുന്ന വസ്തുക്കളാണത് അല്ലേ. അപ്പോൾ നാദിറായിട്ടുള്ള വസ്തുക്കളായതിനാൽ തന്നെ അതുപോലത്തെ സൂറത്തുള്ള കാര്യങ്ങളെ വരെ തിരിച്ചു നൽകൽ പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കളിൽ ഖർള് പാടില്ല എന്നർത്ഥം. എന്നാൽ വസാനി, ഈ അസഹിൻ്റെ സാനിക്കാർ പറയുന്നത് യജൂസു, സലം കച്ചവടം നടത്താൻ പറ്റൂല എങ്കിലും അതിൽ ഇഖ്റാള് നടത്താവുന്നതാണ്. കാരണം ബിനാഅൻ അലാ അന്നൽ വാജിബ ഫീഹി റദ്ദുൽ ഖീമത്തി. ഓക്കെ. ഇനി വരുന്ന ഒരു അഭിപ്രായമുണ്ട്, അതായത് മുതഖവ്വിമായിട്ടുള്ള വസ്തുവിലാണ് ഒരാൾ ഖർള് നടത്തിയത് എങ്കിൽ അതിലുള്ള ഖീമത്ത്, അതിൻ്റെ മൂല്യം മാത്രം തിരിച്ചു നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സലമ കച്ചവടം ചെയ്യപ്പെടാത്ത വസ്തുവാണെങ്കിലും ശരി, അതിനെയാണ് കടം നൽകുന്നത് എങ്കിൽ അതിൻ്റെ ഖീമത്ത് അങ്ങ് തിരിച്ചു നൽകിയാൽ മതിയല്ലോ, അത് പ്രയാസമില്ലല്ലോ എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് വഫീ ഖർളിൽ ഖുബ്സി വജ്ഹാനി കസ്സലമി ഫീഹി. ഓക്കെ. ഇനി ഒരു പത്തിരി എന്ത് നടത്താൻ പറ്റുമോ?
കടം നൽകാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ സലമ് കച്ചവടത്തിലെ പോലെ തന്നെ രണ്ട് വജുഹുകളുണ്ട്. അസഹുമാ ഫി തഹ്ദീബി, തഹ്ദീബിൽ ആ രണ്ട് വജിഹിൽ നിന്നും അസഹായിട്ട് പറയുന്നത് അൽ മൻഉ പാടില്ല എന്നാണ്. എന്നാൽ വഖ്താറ ഇബ്നു സബ്ബാഗ് വഗൈറുഹുൽ ജവാസ, ഇബ്നു സബ്ബാഗ് തങ്ങളും ബാക്കിയുള്ള അല്പം ചില ഫിഖ്ഹി പണ്ഡിതന്മാരും ഖുബ്സിലാണെങ്കിലും അതിൽ ഖർള് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. വഹുവൽ മുഖ്താറു ഫി ശറഹി സഗീരി, ശറഹു സഗീറിൽ അതായത് റാഫിഈ ഇമാം ഈ ഒരു അഭിപ്രായത്തെയാണ്, ഇബ്നു സബ്ബാഗ് തങ്ങളുടെ അഭിപ്രായത്തെയാണ് മുഖ്താറാക്കുന്നത്. ലിൽ ഹാജത്തി വ ഇത്ബാഖി നാസി അലൈഹി, എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇങ്ങനെ ഖുബ്സിൽ ഖർള് നടത്തുക എന്നുള്ളത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാവരും യോജിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതായത് ജനങ്ങളെല്ലാം ഇങ്ങനെ പരസ്പരം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് പ്രബലാഭിപ്രായമെന്നാണ് റാഫിഈ ഇമാം പറയുന്നത്. ഓക്കെ, ഇനി വഅലൽ ജവാസി, ഇനി പത്തിരി നമുക്ക് എന്ത് ചെയ്യാം? ഖർള് നടത്താം എന്നുള്ള അഭിപ്രായ പ്രകാരം യുറദ്ദു മിസ്ലുഹു വസിനൻ. ഓക്കെ, അതുപോലത്തെ കാര്യത്തെ തന്നെ വസിനൻ തൂക്കം നിലക്ക് രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം. അതായത് ഒരാൾ കടം നൽകുന്ന പത്തിരി എത്രയാണോ തൂക്കമുള്ളത് അതേ തൂക്കത്തിനനുസരിച്ചിട്ടായിരിക്കണം തിരിച്ചു നൽകേണ്ടത് എന്നർത്ഥം. അതെങ്ങനെ? ഇൻ ഔജബന ഫിൽ മുതഖവ്വിമി റദ്ദൽ മിസ്ലി, മുതഖവ്വിമായിട്ടുള്ള വസ്തുക്കളിൽ മിസിലായിട്ടുള്ള കാര്യത്തെ തന്നെ തിരിച്ചു നൽകണം എന്ന് നമ്മൾ നിർബന്ധമാക്കുകയാണെങ്കിൽ വസിനിൽ യോജിച്ച കാര്യത്തെയാണ് തിരിച്ചു നൽകേണ്ടത്. വ ഇൻ ഔജബിനൽ ഖീമത്ത, ഇനി നമ്മൾ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഖീമത്ത് നൽകിയാൽ മതി എന്ന് പറഞ്ഞാലോ വജബത്ത് ഹുന, ആ ഖീമത്ത് തന്നെ ഇവിടെയും നൽകിയാൽ മതി. ഒരാൾ കുറച്ച് പത്തിരി മറ്റൊരാൾക്ക് കടം നൽകുകയാണെങ്കിൽ അതിൻ്റെ ഖീമത്ത് തിരിച്ചു നൽകിയാൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മിസ്ലിയാണെങ്കിൽ എങ്ങനെ എന്നുള്ളത് പോലെ മുതഖവ്വിമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തിരിച്ചു നൽകേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വയുറദ്ദുൽ മിസ്ലു ഫിൽ മിസ്ലിയി, ഓക്കെ, മിസ്ലിയായിട്ടുള്ള വസ്തുക്കളാണ് എങ്കിൽ അതിൽ മിസ്ലു തന്നെ തിരിച്ചു നൽകേണ്ടതാണ്. വസിയത്തി ഫിൽ ഗസ്ബി, ഇനി ഗസ്ബിൻ്റെ ബാബിൽ വരുന്നുണ്ട് എന്ത്? അന്നഹു, ഈ മിസ്ലിയി എന്നാൽ മാ ഹസറഹു കൈലുൻ ഔ വസ്നുൻ, കൈലോ വസിനോ ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മിസ്ലിയി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് മാത്രമല്ല വജാസ സലമു ഫീഹി, സലം കച്ചവടം നടത്തൽ ജായിസുമാണ്, കൈലോ വസിനോ അതിനെ ക്ലിപ്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മിസ്ലി എന്ന് പറയുന്നത്. അങ്ങനത്തെ വസ്തുവാണ് എങ്കിൽ, ഉദാഹരണത്തിന് 1 കിലോ ഗോതമ്പാണ് നമ്മൾ കടമായിട്ട് നൽകുന്നത് എങ്കിൽ അതുപോലത്തെ മറ്റൊരു കാര്യം തന്നെ നൽകണമെന്നർത്ഥം. ഓക്കെ, ഇനി വഫിൽ മുതഖവ്വിമി യുറദ്ദുൽ മിസ്ലു സൂറത്തൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുതഖവ്വിമായിട്ടുള്ള വസ്തുവാണ് എങ്കിൽ സൂറത്തിൽ അതുപോലത്തെ ഒരു വസ്തുവിനെയാണ് തിരിച്ചു നൽകേണ്ടത്. വഫീഹി ഹദീസ് മുസ്ലിം, ഈ ഒരു വിഷയത്തിൽ മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസുണ്ട്. അതെന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖതറല ബക്റൻ, ഓക്കെ, നബി തങ്ങൾ ഒരു ബക്രിനെ കടം വാങ്ങി വറദ്ദ റുബാഇയൻ, എന്നിട്ടൊരു റുബാഇയിനെ തിരിച്ച് നൽകി. ഓക്കെ, ഈ ബക്കർ റുബാഇ എന്നുള്ളതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്നവരുണ്ട്. ബക്കർ എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള ഒട്ടകമാണ്, റുബാഇ എന്നാൽ 4 വയസ്സുള്ള ഒട്ടകമാണ് എന്നും. എന്നല്ല, ബക്കർ എന്ന് പറഞ്ഞാൽ 6 വയസ്സുള്ള ഒട്ടകമാണ്, റുബാഇയൻ എന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ള ഒട്ടകമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഏതായാലും നബിത്തങ്ങൾ ചെറിയ ഒരു ഒട്ടകത്തെ കടം വാങ്ങിയിട്ട് വലിയ ഒട്ടകത്തെ തിരിച്ചു നൽകി എന്നാണ് ഈ ഒരു ഹദീസിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്ത് നിലയ്ക്ക് മിസ്ലായിട്ടുള്ള വസ്തുവിനെ തിരിച്ചു നൽകിയാൽ തന്നെ മതി. എന്നിട്ട് നബിത്തങ്ങൾ പറയുകയും ചെയ്തു, വഖാല ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖളാ, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ വീട്ടുന്ന അവസരത്തിൽ നന്നാക്കി ചെയ്യുന്നവരാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഖീലയാണ്. വഖീല, ഒരു ലഈഫായിട്ടുള്ള ഖൗല പ്രകാരം യുറദ്ദുൽ ഖീമത്തു കമാലൗ അത്ലഫ മുതഖവ്വമൻ, എങ്ങനെയാണെങ്കിലും മുതഖവ്വമായിട്ടുള്ള വസ്തുവാണ് എങ്കിൽ അതിനെ അവൻ നശിപ്പിച്ചാൽ അവൻ ഖീമത്താണല്ലോ നൽകേണ്ടത്. എന്നതുപോലെ തന്നെ ഇവിടെയും ഖർളാണ് എങ്കിലും അവിടെയും ഖീമത്താണ് നൽകേണ്ടത് എന്നുള്ള ഒരു ലഈഫായിട്ടുള്ള ഖൗലുണ്ട്. ഓക്കെ, ഇനി ഖീമത്താണ് എന്ന് വെച്ചാൽ വതുഅതബറു ഖീമത്തുഹു യൗമൽ ഖബ്ളി ഇൻ ഖുൽനാ യുംലകുൽ മുഖറദു ബിഹി. ഓക്കെ, ഇനി അതിൻ്റെ ഖീമത്ത് എന്നത്താണ് പരിഗണിക്കേണ്ടത്? നമ്മളുടെ അഭിപ്രായ പ്രകാരം ഖബളോട് കൂടെയാണ് ആ മുഖറലായിട്ടുള്ള വസ്തു മുഖ്തരിലിൻ്റെ മിൽക്കിലാകുന്നത് എങ്കിൽ അന്നത്തെ ഖബളിൻ്റെ ദിവസത്തെ ഖീമത്താണ് പരിഗണിക്കപ്പെടേണ്ടത്. വ ഇൻ ഖുൽനാ യുംലകു ബിത്തസറുഫി,
ഇനി തസറുഫ് കൊണ്ടാണ് ആ മുഖറലായിട്ടുള്ള വസ്തു മിൽക്കാക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിലോ, അതായത് മുഖത്തരിൽ ആ വസ്തു മുഖരിലിൽ നിന്നും വാങ്ങി എന്നിട്ട് അതിൽ തസറുഫ് നടത്തുന്ന സമയത്താണ് അവനത് മിൽക്കുണ്ടാകുന്നത് എങ്കിലോ, ഫതുഅ്തബറ ഖീമത്തുഹു അക്സറ മാ കാനത് മിൻ യൗമിൽ ഖബ്ള് ഇലാ യൗമി തസറുഫ്. അപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഖബ്ളിൻ്റെ ദിവസം മുതൽ ഈ തസറുഫ് നടന്ന ദിവസം വരെയുള്ള സമയങ്ങളിൽ അതിൻ്റെ ഖീമത്ത് എത്രയാണോ അധികമായിട്ടുണ്ടായിരുന്നത്, എപ്പോഴാണോ അക്സറായിട്ടുണ്ടായിരുന്നത്, ആ ഖീമത്താണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ. എന്നാൽ വഖീല ഖീമത്തുഹു യൗമൽ ഖബ്ളി, എന്നാൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഖബ്ളിൻ്റെ ദിവസത്തിൽ എത്രയാണോ ഖീമത്തുള്ളത് അത് തന്നെയാണ് നൽകേണ്ടത് എന്നാണ് പറയുന്നത്. യുംലകു ബി തസറുഫ് എന്നുള്ള അഭിപ്രായ പ്രകാരമാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി വഇദ ഇഖ്തലഫ ഫി ഖദ്രിൽ ഖീമത്തി ഔ ഫി സിഫത്തിൽ മിസ്ലി, ഇനി രണ്ടുപേരും തർക്കമായി ഏത് വിഷയത്തിൽ, ഖീമത്ത് എത്രയാണെന്നുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ മിസ്ലിയായിട്ടുള്ള വസ്തു ഞാൻ തന്നത് ഇങ്ങനെയായിരുന്നു പക്ഷേ നീ എനിക്ക് തിരിച്ചു നൽകിയത് അതൊന്നും ഇല്ലാത്ത ഒരു വസ്തുവാണ് എന്നുള്ള രൂപത്തിലൊക്കെ തർക്കമുണ്ടായാൽ ഫൽ ഖൗലു ഖൗലുൽ മുസ്തഖിലി, അപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഖൗല് ആരുടേതാണ്, കടം വാങ്ങിയ ആളുടേതാണ് എന്നർത്ഥം. ഓക്കെ. ഇനി ഒരു ഫറആണ് ഫറഉൻ അതാഉൽ ഖർളി ഫി സിഫത്തി വസ്സമാനി വൽ മക്കാനി കൽ മുസ്ലിമി ഫീഹി. ഓക്കെ. ഖർളായിട്ട് ഒരാളൊരു കടം നൽകിയിരുന്നു, അതിന് വീട്ടുന്നത് അതിൻ്റെ സിഫത്തിൻ്റെ വിഷയത്തിലും സമാന് മക്കാനിൻ്റെ വിഷയത്തിലും മുസ്ലിമി ഫീഹി പോലെ തന്നെയാണ്. അതിൻ്റെ വിശദീകരണം ഇനി വരുന്നുണ്ട്. വലൗ ലഫിറൽ മുഖരിളു ബിഹി ഐ ബിൽ മുഖ്തരിളി ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാളി. ഓക്കെ. അവൻ കടം നൽകിയിട്ടുള്ള മുഖരിൽ കടം നൽകിയിട്ടുള്ള സ്ഥലത്ത് വെച്ചല്ലാതെ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് മുഖരിൽ ആരെ കാണുകയാണ്, മുഖ്തരിളിനെ കാണുകയാണ് എങ്കിൽ ഇനി വലിൻ നഖലി മിൻ മഹല്ലിഹി ഇലാ ഗൈരിഹി മുഅ്നത്തുൻ. ഓക്കെ. എന്നാൽ ഇവൻ കണ്ട സ്ഥലമുണ്ടല്ലോ, ആ കണ്ട സ്ഥലത്തിലേക്ക് ആ മഹല്ലുൽ ഇഖ്റാളിൽ നിന്നും ആ സാധനം ചുമന്നു കൊണ്ടുവരാൻ മുഅ്നത്തുണ്ട്, അതായത് അതിന് പ്രത്യേകിച്ച് ചിലവുണ്ട്. ഓക്കെ. അതായത് ഇവർ എന്ത് നടത്തിയിരുന്നത്, ഖർള് നടത്തിയിരുന്നത് അങ്ങാടിയിൽ വെച്ചിട്ടായിരുന്നു. ഇവരിപ്പോൾ കണ്ടുമുട്ടിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് അങ്ങാടിയിൽ നിന്നും ആ ഒരു വസ്തുവിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് മുഅ്നത്തുണ്ട് എങ്കിൽ ത്വാലബഹു ബി ഖീമത്തി ബലദിൽ ഇഖ്റാളി യൗമൽ മുതാലബത്തി, അന്നേ ദിവസം ആ ഖർള് നൽകിയിട്ടുള്ള നാട്ടിൽ വെച്ച് ആ വസ്തുവിന് എന്താണോ വിലയുള്ളത് ആ വില ആര്, ഈ മുഖ്തരിളിനോട് ചോദിക്കേണ്ടതാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് സെയ്ദ് അംറിനോട് എന്ത് ആവശ്യപ്പെടണം, ഇപ്പോൾ അങ്ങാടിയിൽ ആ ഒരു വസ്തുവിന് എന്താണോ ഖീമത്തുള്ളത് അത് ഇപ്പോൾ തന്നെ നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. ഓക്കെ. വലൈസലഹു മുതാലബത്തുഹു ബിൽ മിസ്ലി, അതിൻ്റെ മിസ്ലിയായിട്ടുള്ള മറ്റൊരു വസ്തു നൽകണം എന്ന് ആവശ്യപ്പെടാൻ ആർക്ക് അവകാശമില്ല, ഈ മുഖരിളിന് എന്തില്ല, അവകാശമില്ല. ഓക്കെ. ഇനി അവൻ എന്ത് ചെയ്തു, അവനിപ്പോൾ അവകാശമുള്ളതനുസരിച്ച് അവൻ ഖീമത്ത് സ്വീകരിച്ചു. ഓക്കെ. ഇനി ഇദാ അഖദൽ ഖീമത്ത്, അവൻ ആ ഖീമത്ത് സ്വീകരിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, വഅദ ഇലാ ബലദിൽ ഇഖ്റാളി, പിന്നീട് അവൻ എങ്ങോട്ട് പോയി, അങ്ങാടിയിലേക്ക് വന്നു. ഓക്കെ. പിന്നീട് അവൻ അങ്ങാടിയിലേക്ക് വന്നു. അങ്ങാടിയിൽ വെച്ചിട്ടാണെങ്കിൽ മുഖ്തരിൽ എന്ത് നൽകണമായിരുന്നു, അതിൻ്റെ മിസ്ലിയായിട്ടുള്ള വസ്തു തന്നെ നൽകണമായിരുന്നു. ഇവൻ അങ്ങാടി അല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടതുകൊണ്ടാണ് ഖീമത്ത് നൽകേണ്ടി വന്നത്. ഇനി ഏതായാലും ഖീമത്ത് നൽകി പിന്നീട് അവർ അങ്ങാടിയിലേക്ക് വരികയാണ്. ഇനി അങ്ങാടിയിലേക്ക് വന്നതിന് ശേഷം ഫഹല്ലഹു റദ്ദുഹ വ മുതാലബത്തുഹു ബിൽ മിസ്ലി, അപ്പോൾ ആ സെയ്ദിന് അവർ ഖീമത്ത് അംറിന് തിരിച്ചു നൽകിയിട്ട് അവനോട് മിസ്ലിയായിട്ടുള്ള കാര്യം തന്നെ തേടാൻ ജായിസാണോ എന്നുള്ളതുപോലെ വഹല്ലിൽ മുഖ്തരിളിൽ മുതാലബത്തു ബിറദ്ദിൽ ഖീമത്തി, ഇനി ആ മുഖ്തരിളിന്, അതായത് ഇവിടുത്തെ അംറിന് ഞാൻ തന്നിട്ടുള്ള ഖീമത്ത് ഇങ്ങോട്ട് തിരിച്ചു നൽകിക്കോ, ഞാൻ നിനക്ക് എന്ത് തരാം, മിസ്ലിയായിട്ടുള്ള വസ്തു തന്നെ നൽകാം എന്ന് മുഖ്തരിളിനും പറയാൻ പറ്റുമോ എന്നുള്ളിടത്ത് വജ്ഹാനി, ഇവിടെ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഖാല ഫി റൗളത്തി, റൗളയിൽ ബഹുമാനപ്പെട്ട നവവി ഇമാം പറയുന്നത് എന്താ, അസഹുമ ലാ, അസഹായിട്ടുള്ള അഭിപ്രായം എന്താണ്, ലാ എന്നുള്ളതാണ്, പാടില്ല എന്നുള്ളതാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എന്താണോ ഉണ്ടായത് അതനുസരിച്ച് തന്നെ പോകണം, പിന്നീട് അതിനെ മാറ്റം ചെയ്യാൻ പാടില്ല. ഓക്കെ. കമാ റഅയ്തുഹു, ഇനി ആര് പറയാണ്, നമ്മുടെ മഹല്ലി ഇമാം പറയാണ്, കമാ റഅയ്തുഹു, മഹല്ലി ഇമാം പറയാണ്, ഞാൻ മുസന്നിഫ്
ഞാൻ ആ രണ്ടഭിപ്രായങ്ങളെയും കണ്ടതുപോലെ ഫി ഖത്ത്ഹി മുസന്നിഫ് തങ്ങളുടെ ഖത്തിലായിട്ട് മുസന്നിഫ് തങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. മുസഹിഹൻ അലിഹി, ആ ഖത്തിനെ തന്നെ മുസന്നിഫ് തങ്ങൾ സ്വഹീഹാക്കിയ അവസ്ഥയിൽ. ഓക്കെ, അതായത് മുസന്നിഫ് തങ്ങൾ ഇവിടെ രണ്ട് അസഹായിട്ടുള്ള അഭിപ്രായവും പറയുന്നുണ്ട്, രണ്ട് വജുഹുകളും പറയുന്നുണ്ട്. അതിൽ അസഹായിട്ടുള്ള അഭിപ്രായം ലാ എന്നുള്ളതാണ് എന്നും പറയുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, വഹുവൽ മുവാഫിഖു, ഈ അഭിപ്രായം തന്നെയാണ്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യം അങ്ങനെ തന്നെ പോകണം എന്നുള്ള കാര്യം തന്നെയാണ് മുവാഫിഖായിട്ടുള്ള യോജിച്ചിട്ടുള്ള അഭിപ്രായം. കാരണം എന്താ? ലി ജവാസിൽ ഇഅ്തിയാളി അനിൽ ഖർളി, ഖർളിനെ തൊട്ട് ഇഅ്തിയാള് പറ്റും. അതായത് ഒരു സാധനമാണ് നൽകുന്നത് എങ്കിൽ, കടമായിട്ട് നൽകുന്നത് എങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു സാധനം നൽകൽ ജായിസാണ്, തിരിച്ചു നൽകൽ ജായിസാണ് എന്നുള്ള അഭിപ്രായ പ്രകാരം ഇതുതന്നെയാണ് മുവാഫിഖായിട്ടുള്ള അഭിപ്രായവും. എന്ന് പറഞ്ഞാൽ ഖർള് ഒരാൾക്ക് നൽകിയാൽ അതിൻ്റെ ഖീമത്ത് നൽകിയാലും പറ്റും എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖീമത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ വസൂലാക്കണം. വഖത്ത് തഖദ്ദമ, ഖർളിനെ തൊട്ട് ഇഅ്തിയാൽ നടത്തൽ ജായിസാണ് എന്ന് മുൻ കഴിഞ്ഞിട്ടുണ്ട്. 214-ാമത്തെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, ഇനി വലൗലം യകുല്ലി നഖ്നിഹി മുഅ്നത്തുൻ. ഓക്കെ, ഇനി ആ ഒരു വസ്തുവിനെ അങ്ങാടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് മുഅ്നത്തൊന്നുമില്ല എങ്കിൽ, ഏതുപോലെ നഖദ് പോലെ. നഖദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരുടെയും പോക്കറ്റിൽ ഉള്ള കാര്യമാണ്, അതൊരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് മുഅ്നത്തൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെയെങ്കിൽ ഫലഹു മുതാലബത്തുഹു ബിഹി, അപ്പോൾ ആ മുഖരിലിന് എന്തും ചെയ്യാവുന്നതാണ്, ആ ഒരു വസ്തു കൊണ്ട് മുഖരിലിനോട് ഇപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. കമാ ഫുഹിമ ഹുനാ അലാ വഫ്ഖി മാ ദക്കറൂഹു ഫിൽ മുസ്ലിമി ഫീഹി, ഇവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇവിടെ എന്താണ് പറഞ്ഞത്? വലിൻ നഖലി മുഅ്നത്തുൻ, നഖല് ചെയ്യാൻ മുഅ്നത്ത് ഉണ്ടെങ്കിലാണ് ഖീമത്ത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇല്ല എങ്കിൽ ആ സാധനം തന്നെ ചോദിക്കാവുന്നതാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അലാ വഫ്ഖി മാ ദക്കറൂഹു ഫിൽ മുസ്ലിമി ഫീഹി ആയിട്ടുള്ള വസ്തുവിൽ ആര് ഫുഖഹാക്കൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ എന്ന്. ഒരാൾ എന്ത് ചെയ്യുകയാണ്? കടം കൊടുക്കുകയാണ്. ആ കടം നൽകുന്നത് കൊണ്ട് ഇവൻ എന്തെങ്കിലും അതുകൊണ്ട് മൻഫഅത്തുണ്ട് എങ്കിൽ അതെന്താണ്? അത് റിബയാണ്, അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. വലാ യജൂസുൽ ഇഖ്റാളു ഫിൻ നഖദി വഗൈരിഹി, നഖദ് അതല്ലാത്ത കാര്യം അതിലൊന്നും ഇഖ്റാൾ നടത്തൽ ജായിസല്ല. ബിശർത്തി റദ്ദി സ്വഹീഹിൻ അൻ മുകസ്സരിൻ, ഇവൻ നൽകിയിട്ടുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ നാണയങ്ങളാണ്, പക്ഷെ അതിന് പകരം ശരിയായിട്ടുള്ള നാണയങ്ങൾ തന്നെ നൽകണം എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ട്. ഔ റദ്ദി സിയാദത്തിൻ, അല്ലെങ്കിൽ ഇവൻ നൽകിയത് 10 രൂപയാണ്, പക്ഷെ അതിന് 11 രൂപ നൽകണം എന്നുള്ള നിബന്ധനയോടുകൂടെ. ഔ റദ്ദിൽ ജയ്യിദി അനിർ റദ്ദി, ഇവൻ നൽകിയിട്ടുള്ളത് മോശപ്പെട്ട കാര്യമായിരുന്നു, പക്ഷെ അതിനെ തൊട്ട് നല്ലത് തന്നെ തിരിച്ചു നൽകണം എന്നുള്ള വ്യവസ്ഥയിലൊന്നും ഇഖ്റാൾ നടത്തൽ ജായിസല്ല. വ യഫ്സുദു ബിദാലിക്കൽ അഖ്ദു, ഇങ്ങനെയുള്ള ഷർത്ത് കൊണ്ട് ആ അഖ്ദ് തന്നെ ഫാസിദാവുന്നതാണ്. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും ഷർത്ത് വെക്കാതെ ഈ മുഖ്തറിലായിട്ടുള്ള ആൾ നല്ലത് തന്നെ തിരിച്ചു നൽകുകയാണെങ്കിലോ ഫലോ റദ്ദഹാക്കഥ ബിലാ ഷർത്തിൻ ഫഹസനുൻ, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം ലിമാഫി ഹദീസ് മുസ്ലിം അസ്സാബിഖ് ഇന്ന ഖിയാറക്കും അഹ്സനക്കും ഖലാഅൻ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി വഫിർ റൗളത്തി, റൗളയിൽ നബവി ഇമാം പറയുന്നു എന്ത്? ഖാലൽ മഹാമിലിയു വഗൈറുഹു മിൻ അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിൽപ്പെട്ട മഹാമിലിയും അല്ലാത്ത പണ്ഡിതന്മാരും പറയുന്നുണ്ട് എന്ത്? യുസ്തഹബ്ബുലിൽ മുസ്തഖിലി അൻ യറുദ്ദ അജ്വ, ഈ മുസ്തഖിലായിട്ടുള്ള കടം വാങ്ങിയ ആൾക്ക് അവൻ സ്വീകരിച്ചതിനേക്കാൾ നല്ല ഒരു കാര്യം തിരിച്ചു നൽകൽ സുന്നത്താണ്. ലിൽ ഹദീസ് സ്വഹീഹി ഫീ ദാലിക, ഈ വിഷയത്തിൽ ഹദീസ് സ്വഹീഹ് വന്നത് കാരണത്താൽ. ഇനി ഒരാൾ അങ്ങനെ നൽകുകയാണ് എങ്കിൽ ഇത് പലിശയിൽ പെടുമോ എന്ന് കരുതി മുഖരിൽ അത് വാങ്ങാതിരിക്കുകയൊന്നും വേണ്ട. വലാ യുക്റഹു ലിൽ മുഖരിൽ യഖുദു ദാലിക, ആ ഒരു സാധനം ജയ്യിദായിട്ടുള്ള വസ്തുവിനെ തിരിച്ചു വാങ്ങുന്ന വിഷയത്തിൽ മുഖരിൽ ആകുലപ്പെടേണ്ടതില്ല, അവനത് കറാഹത്ത് പോലുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റാണ് ഒരാൾ ഷർത്ത് വെക്കുന്നതെങ്കിലോ വലൗ ഷറത മുകസ്സറൻ അൻ സ്വഹീഹിൻ ഔ അൻ യുഖിലഹു ഗൈറഹു ഔ ഷൈഅൻ ആഖർ ഷൈഅൻ ആഖർ. ഓക്കെ, അതായത് ഞാൻ എനിക്കിതാ നല്ലത് തരുന്നു, നീ എനിക്ക് എന്ത് നൽകിയാൽ മതി? മുകസ്സർ നൽകിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ എനിക്കിത് കടം തരുന്നു, നീ എനിക്ക് മറ്റൊരു കാര്യം കടം നൽകണം എന്നുള്ള ഷർത്തിൽ. ഇങ്ങനെയൊക്കെ ഒരാൾ നിബന്ധന വെച്ചാൽ ലഗ ഷർത്തു ഐ ലാ യുഅ്തബറു, ഓക്കെ, ആ ഷർത്ത് നമ്മൾ പരിഗണിക്കുന്നതല്ല. വൽ അസഹു അന്നഹു ലാ യഫ്സുദുൽ അഖ്ദു, ഇങ്ങനെയുള്ള ഒരു ഷർത്ത് വെക്കുന്നത് കൊണ്ട് ആ അഖ്ദ് ഫാസിദാവുകയില്ല, ആ കടം എന്നുള്ള സംഗതി നടക്കുന്നതാണ് എന്നാണ് അസഹായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഖീല യഫ്സുദു ലിഅന്ന
ഇന്നമാ ശുരിത ഫീഹി അലാ ഖിലാഫി ഖളിയതിഹി. എന്നാൽ ഒരു ദഈഫായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഷർത്ത് വെച്ചാൽ ആ കടം തന്നെ ഫാസിദാണ്. കാരണം കടം എന്നുള്ളതിൻ്റെ ഖളിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഷർത്ത് വെക്കുന്ന കാര്യം എന്നാണ് അഖീലക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ കടം നൽകുകയാണ് എങ്കിൽ അതിന് പ്രത്യേകിച്ച് അജല് വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ സാധാരണ ഇത് വെക്കാറുള്ളതാണ്. അങ്ങനെ അജല് വെച്ചാലും ആ അജല് വെക്കുന്നത് അവിടെ ലഘുവാണ്. ഈ കടം നൽകിയവൻ എപ്പോൾ വേണമെങ്കിലും മുഖ്തരിലിനോട് അത് ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെടുന്ന അവസരത്തിൽ അത് തിരിച്ചു നൽകാൻ മുഖ്തരിൽ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഓക്കെ, അതാണ് അടുത്തത്. വലൗ ഷറത്ത അജലൻ ഫഹുവ കശർത്തി മുകസ്സിരിൻ അൻ സഹീഹിൻ. ഓക്കെ, ഇനി ഒരാൾ ഒരു അജല് ഷർത്ത് വെക്കുകയാണെങ്കിൽ, ഒരു മാസത്തിന് ശേഷം നൽകണം എന്ന് വെക്കുകയാണെങ്കിൽ അത് ലഘുവായി പോയിട്ടുള്ള ഷർത്തിനെ പോലെ തന്നെയാണ്. ഇല്ലം യകുല്ലിൽ മുഖരിൽ ഖറളുൻ. ഇങ്ങനെ ഷർത്ത് വെക്കുന്നത് കൊണ്ട് ഈ കടം നൽകിയ ആൾക്ക് പ്രത്യേകിച്ചൊരു ഖറളും ഇല്ല എങ്കിൽ ഓക്കെ, ഫലാ യുഅ്തബറുൽ അജലു വയസിഹുൽ അഖ്ദു. അപ്പോൾ നമ്മൾ സ്വഹീഹ് നൽകിയിട്ട് മുഖസ്സിർ നൽകണമെന്നുള്ളിടത്ത് നിബന്ധന വെക്കുന്നത് പോലെ തന്നെ ആ ഷർത്ത് പരിഗണിക്കപ്പെടുകയില്ല, അഖ്ദ് ശരിയാകുന്നതാണ് എന്നർത്ഥം. ഇനി വഇൻ കാനലിൽ മുഖരിൽ ഖറളുൻ. ഇനി ഇങ്ങനെ ഒരു അജല് വെക്കുന്നത് കൊണ്ട് ഖറളിന് മുഖരിലിന് എന്തെങ്കിലും ഒരു ഖറള് ഉണ്ട് എങ്കിൽ, അവൻ എന്തെങ്കിലും മൻഫഅത്ത് ഉണ്ട് എങ്കിൽ, ഇതുപോലെ കസമനി നഹബിൻ, അതൊരു കവർച്ചയുടെ കാലഘട്ടമാണ്. അപ്പോൾ കവർച്ചയുടെ സമയത്ത് ഇവൻ മറ്റൊരാൾക്ക് കടം നൽകുന്നു. കവർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സുഖത്തിലെത്തിയതിന് ശേഷം തിരിച്ചു നൽകണം എന്നുള്ള ഒരു അജലാണ് വെക്കുന്നത് എങ്കിൽ അവൻ അതുകൊണ്ടൊരു ഖറളുണ്ടല്ലോ. അപ്പോൾ അത് ഫകശർത്തി സ്വഹീഹിൻ അൻ മുകസ്സിറിൻ ഫിൽ അസ്സഹി. അപ്പോൾ അത് പാടില്ലാത്ത ഷർത്തിനെ പോലെയാണ്. മുകസ്സിർ നൽകിയിട്ട് സ്വഹീഹ് നൽകണം എന്നുള്ളത് ഷർത്ത് വെക്കുന്നത് പോലെയാണ്. ഫയഫ്സുദുൽ അഖ്ദു. അപ്പോൾ അതോടുകൂടെ അഖദ് അവിടെ ഫാസിദാകുന്നതാണ്. എന്നാൽ ഇവിടെ സാനിക്കാർ പറയുന്നത് വസാനി യസിഹു വയൽഗു ഷർതു. ഓക്കെ, ഈ അഖദ് ഇവിടെ ശരിയാണ്, എന്നാൽ ഇവിടുത്തെ ഷർത്ത് ലഘുവായി പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് വലഹു ഐലിൽ മുഖരിളി ഷർത്തു റഹിനി വ കഫീലിൻ വ ഇഷ്ഹാദിൻ. ഓക്കെ, ഒരു പണയം ഷർത്ത് വെക്കുക, അല്ലെങ്കിൽ നീ ഇത് നൽകിയില്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള മറ്റൊരാളെ ഷർത്ത് വെക്കുക, അല്ലെങ്കിൽ നീ ഇത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷികളെ വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കടം നൽകിയ ആൾക്ക് ജായിസാണ്. ലി അന്നഹാ തൗസീഖാത്തുൻ ലാ മനാഫിഉ സായിദത്തൻ. ഓക്കെ, ലാ മനാഫിഉ സായിദത്തുൻ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിലക്കുള്ള ഉടമ്പടികളാണ്, ഒരിക്കലും സായിദയായിട്ടുള്ള ഈ മുഖരിലിന് ലഭിക്കേണ്ട മൻഫഅത്തുകളല്ല. അതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, ഫലഹു ഇദാ ലം യൂഫിൽ മുഖ്തരിളു ബിഹ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവൻ ഷർത്ത് വെച്ചു, എന്നാൽ മുഖ്തരിൽ അതൊന്നും പൂർത്തീകരിച്ച് വീട്ടിയിട്ടില്ലെങ്കിൽ അവന് ജായിസാണ് അൽ ഫസ്ഖു, ഞാൻ ഈ കടത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് മുഖരിലിന് പറയാവുന്നതാണ്. ഓക്കെ, അലാ ഖിയാസി മാ ദുകിറ ഫി ഇഷ്തിറാത്തിഹാ ഫിൽ ബൈഇൻ്റെ വിഷയത്തിലും ഈ വിഷയങ്ങളൊക്കെ ഷർത്താക്കൽ ബായിന് എന്തുണ്ട്, അതിനെല്ലാം അവകാശമുണ്ട്. അഥവാ അത് മുഷ്തരി അത് പരിഗണിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, അത് ഫസ്ഖ് ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഖർളിൻ്റെ വിഷയത്തിലും എന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും ഷർത്ത് വെച്ചിട്ടില്ല എങ്കിലും വഇൻ കാന ലഹു റുജൂഉ മിൻ ഗൈരി ഷർത്തിൻ കമാ സിയതി, ഇനി വരാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ഷർത്ത് വെച്ചിട്ടില്ല എങ്കിലും ഈ മുഖരിലിന് എന്ത് നടത്താവുന്നതാണ്, റുജൂഉ നടത്താവുന്നതാണ്. ആ അഖദ്, ആ ഖർള് ഫസ്ഖ് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഖർളിൻ്റെ എന്ത് പറയുന്നത്, മിൽക്ക് പറയുന്നത്. വയുംലകുൽ ഖർളു ഐ ഷൈഉൽ മുഖറളു. കടം നൽകപ്പെട്ടിട്ടുള്ള വസ്തു മിൽക്കാക്കപ്പെടുന്നതാണ് ബിൽ ഖബ്ളി. ആ മുഖ്തരിൽ അത് ഖബ്ള് ചെയ്യുന്നതോടുകൂടെയാണ് അവൻ ആ വസ്തു മിൽക്കാവുന്നത്. കൽ മൗഹൂബി, ഹിബത്ത് നൽകപ്പെടുന്ന വസ്തുവിനെ പോലെ തന്നെ. എന്നാൽ വഫി ഖൗലി, ഒരു ദഈഫായിട്ടുള്ള ഖൗലനുസരിച്ച് യുംലകു ബി തസറുഫി ഐൽ മുസീലി ലിൽ മിൽക്കി, അവൻ്റെ മിൽക്കിനെയും നീക്കുന്ന ഒരു തസറുഫ് കൊണ്ടാണ് അത് മുഖ്തരിലിന് എന്താകുന്നത്, മിൽക്കാകുന്നത് എന്നാണ്. അതായത് സെയ്ദ് അമ്രിന് ഒരു 100 രൂപ നൽകി, അതുകൊണ്ടൊന്നും അത് അമ്രിൻ്റേതാകൂല, മറിച്ച് അത് അമ്ര എന്ത് ചെയ്തു, അത് കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങുകയാണ്. അപ്പോൾ അതോടുകൂടെയാണ്, ആ തസറുഫോട് കൂടെയാണ് അമ്രിനത് മിൽക്കാകുന്നത്. ബി മഅന അന്നഹു യതബയ്യന ബിഹിൽ മിൽക്കു ഖബ്ലഹു. ഓക്കെ, അത് തസറുഫ് കൊണ്ടാണ് മിൽക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തസറുഫ് നടത്തിയതുകൊണ്ട് വ്യക്തമാകുന്നു അതിന് മുമ്പ് തന്നെ, അതായത് ഖബ്ൽ നടത്തുന്നത് മുതൽ തന്നെ അവൻ എന്തുണ്ട്, അതുകൊണ്ട് മിൽക്കുണ്ട് എന്ന് ഈ തസറുഫോട് കൂടെയാണ് മനസ്സിലാകുന്നത് എന്നർത്ഥം. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വലഹു ഐലിൽ മുഖരിൽ
മുഖിറിന് ജായിസാണ്. الرجوع في عينه ما دام باقيا بحاله في الأصح. അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇവൻ നൽകിയിട്ടുള്ള 100 രൂപ അതുപോലെ അംറിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ആ സാധനം തന്നെ തിരിച്ചു നൽകാൻ ഈ സെയ്ദിന് ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെയ്ദ് അംറിനോട് പറയാണ്, നീ ഇപ്പോൾ അത് ചിലവാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ എനിക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ നൽകണം. ഞാൻ ആ ഖർളിനെ എന്ത് ചെയ്യുന്നു, ഇഖ്റാദിനെ ഫസ്ഖ് ചെയ്യുന്നുവെന്ന് പറയാൻ സെയ്ദിന് അവകാശമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അംർ ആ വസ്തു കൊണ്ട് മറ്റൊരു സാധനം വാങ്ങുന്നതോടുകൂടെയാണ് അവൻ അതിൻ്റെ മിൽക്ക് ഉറപ്പാകുന്നത് എന്നർത്ഥം. ഓക്കെ, ബിനാഅൻ അലൽ ഖൗലിൽ അവ്വലി, ഇത് ഒന്നാമത്തെ അഭിപ്രായ പ്രകാരമാണ്. ഒന്നാമത്തെ അഭിപ്രായം എന്തായിരുന്നു? ഖബളോടുകൂടെയാണ് എന്താകുന്നത്, ഖബളോടുകൂടെയാണ് ഈ മുഖ്തരിൽ ആ വസ്തുവിനെ മിൽക്കാക്കുന്നത് എന്നാണ്. ഇനി ജസ്മൻ ബിനാഅൻ അല സാനി, ഇനി രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ എന്ത് നടത്താവുന്നതാണ്? അവൻ്റെ കയ്യിൽ, അംറിൻ്റെ കയ്യിൽ ആ 100 രൂപ ഉള്ളിടത്തോളം കാലം അവനത് സെയ്ദിന് അത് റുജൂ ചെയ്യാവുന്നതാണ് ജസ്മൻ. ഓക്കെ, അത് ഉറപ്പായിട്ടും, കാരണം അവൻ ഇതുവരെ അതെന്തായിട്ടില്ല, മിൽക്കായിട്ടില്ലല്ലോ. ഓക്കെ, ഇനി മുഖാബിലുൽ അസഹി, ഇനി ഈ അസഹിൻ്റെ മുഖാബിൽ പറയുന്നത് എന്താണ്? അന്നലിൽ മുഖ്തരിൽ അൻ യറുദ്ദ ബദലഹു, അംറിൻ്റെ കയ്യിൽ ആ വസ്തു ഒരു കുഴപ്പവുമില്ലാതെ ബാക്കിയാവുന്ന കാലത്തോളം സെയ്ദിനത് തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ വസ്തുവിനെ തന്നെ ഇവൻ തിരിച്ചു നൽകേണ്ടതില്ല. മുഖാബിലുൽ അസഹി, നേരത്തെ പറഞ്ഞ അസഹിൻ്റെ മുഖാബിൽ പറയുന്നത് അന്നലിൽ മുഖ്തരിൽ അൻ യറുദ്ദ ബദലഹു, ആ ഒരു വസ്തുവിൻ്റെ ഐന് തന്നെ ഈ അംറ് തിരിച്ചു നൽകേണ്ടതില്ല, മറിച്ച് അത് പോലോത്ത മറ്റൊന്ന് നൽകിയാലും മതി. ഓക്കെ, ഇനി വലൗ റദ്ദഹു ബി ഐനിഹി, അതേ വസ്തു തന്നെയാണ് ഈ സെയ്ദ് അംറിന് നൽകിയിട്ടുള്ള 100 രൂപ തന്നെയാണ് ഈ അംറിങ്ങോട്ട് തിരിച്ചു നൽകുന്നത് എന്നാലോ ലസിമൽ മുഖരിള ഖബൂലുഹു ഖത്അൻ, അതെന്തായാലും ഖബൂൽ ചെയ്യൽ മുഖരിളിൻ്റെ മേൽ നിർബന്ധമാണ്. സെയ്ദ് അത് തിരിച്ചു വാങ്ങിയിരിക്കണം എന്നർത്ഥം.